ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് മെക്സവനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രസ്താവനകൾ വരുന്നു. സമസ്ത ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ചില നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഈ ഘട്ടത്തിലാണ് ഡോക്ടർ ഹക്കീം അസ്സേരി നമ്മളോടൊപ്പം ചേരുന്നത്. ഉസ്താദേ, സ്വാഗതം. ഇപ്പോൾ മെക്സവൻ ഒരു വലിയ വിവാദമായി. പ്രത്യേകിച്ച് ആദ്യം പി മോഹൻ മാസ്റ്റർ അതിനെതിരെ പറഞ്ഞു, പിന്നീട് അതിൻ്റെ ചില ഒളിച്ചു കളികളും ഒളിച്ചു കടത്തലുകളും ഒക്കെ പുറത്തു വന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഹക്കീം ഉസ്താദിൻ്റെ ഈ നിലപാട്? സമസ്തയും അതിൻ്റെ കീഴ്ഘടകങ്ങളും ഇങ്ങനെയൊരു പ്രത്യേക ഹെൽത്ത് ക്ലബിനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കുകയോ ചർച്ച ചെയ്യുകയോ എന്തെങ്കിലും അഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല. സമസ്ത അതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞൊരു പ്രചാരണം നടക്കുന്നുണ്ട്. പേരോട് ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ ചില സ്ഥലങ്ങളിൽ നവീനവാദികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കളരി, കരാട്ടെ പോലുള്ള എക്സസൈസ് പ്രോഗ്രാമുകൾ അതിൽ സുന്നികളെയും കൂടെ ചേർത്തുകൊണ്ട് നടത്തുകയും അതിൻ്റെ മറവിൽ ആശയപ്രചരണം നടക്കുന്നുണ്ട്, അത്തരം ചതികളിൽ പെട്ടുപോകരുത് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ജനറലാണ്. മറ്റൊന്ന്, ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ തൃശ്ശൂരിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർ ട്രെയിനിങ് കൊടുക്കുകയും അതുപോലെ സ്ത്രീകളുടെ അംഗലാവണ്യങ്ങളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് പുറത്തുവിടുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സഹോദരി ഇത്തരം ഒരു ക്ലബിൽ പോയിരുന്നു. അവളുടെ ഫോട്ടോ വിഷ്വൽ പുറത്തു വന്നു. അതിൻ്റെ കാരണം കൊണ്ട് ഭർത്താവുമായി കുഴപ്പമുണ്ടായി. അങ്ങനെ ഇനി അതിന് പോകണ്ട എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഏതെങ്കിലും പ്രത്യേക ക്ലബിനെ കുറിച്ച് പഠിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ മെക്സവൻ ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഒരു അജണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ CPIM ഉൾപ്പെടെ പറയുന്നത്. അത്തരമൊരു കാര്യത്തെ എങ്ങനെയാണ് ഉസ്താദ് കാണുന്നത്? അല്ല, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ മതപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഇപ്പോൾ ആക്ടിവിസ്റ്റ് മുഹമ്മദ് അലി കനാലൂർ ഇതിനെ എതിർത്തുകൊണ്ട് എഴുതുകയും അത് ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ ഒരു സംഘടനയുടെ പ്രവർത്തകൻ കൂടിയാണ് എന്ന നിലക്ക് സംഘടനയിലേക്ക് അത് ചേർത്ത് വായിക്കുന്നുണ്ട്. മുഹമ്മദ് അലി ഉദ്ധരിച്ചിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഇതേ രീതിയിൽ ഈ ഒരു ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിൽ ചില ആളുകൾ, വിവിധ ആശയക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് സുന്നികൾ ബഹുദൈവാരാധകരാണ് എന്നൊക്കെ പറയുന്ന കക്ഷികൾ, അവരുടെ നേതൃത്വത്തിൽ ഇത് പലയിടങ്ങളിലും നടക്കുകയും അതിനുശേഷം അവർ സലാം പറയുക, കെട്ടിപ്പിടിക്കുക പോലുള്ള ബന്ധങ്ങളുണ്ടാക്കി ഇതൊരു സ്നേഹത്തിൻ്റെ മാർഗമാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് പാടില്ല. കാരണം നിങ്ങൾ മുസ്ലിം അല്ല എന്ന് പറയുന്നവരോട് മിനിമം സലാം പറയരുത് എന്ന് പറയുന്നൊരു ആശയം സമസ്തക്കുണ്ട്. അത് ലോകം അംഗീകരിച്ചൊരു ആശയം കൂടിയാണ്. അതിനെതിരെയുള്ള ഒരു പ്രവർത്തനമാണോ എന്നുള്ളൊരു സംശയമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇതെങ്ങനെ എത്ര പെട്ടെന്ന് വ്യാപകമാകുന്നു എന്നൊരു ചോദ്യമൊക്കെ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്നിപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് പരക്കുന്നതുണ്ടാവുകയും ചെയ്യുമല്ലോ. അതിനെക്കുറിച്ച് സമസ്ത വളരെ തെളിമയോടെ നിലപാടെടുക്കുന്നതാണ്. കാരണം മെക്സവനിലൂടെ നടക്കുന്നത് ഒരു സമസ്ത അല്ലെങ്കിൽ സുന്നി രീതിയിലുള്ള കാര്യങ്ങളല്ലല്ലോ. ഇങ്ങനെയുള്ളൊരു ആശയം പെട്ടെന്ന് വന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പഠിക്കാനും പറയാനും സാധ്യതയുണ്ട്. നമുക്കതിനെ കാത്തിരിക്കുകയായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു.